ഹായ് ഹലോ വെൽക്കം ടു നിഷാസ് വ്ലോഗ്. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന ഒരു ഐറ്റം ആണ്. ഞാൻ ഇതുവരെ ഇത് വീട്ടിൽ കുക്കിംഗ് ചെയ്തിട്ടില്ല. ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ കുക്കിംഗ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ ഫസ്റ്റ് ടൈം ആണ് നമ്മളിവിടെ ചെമ്മീൻ വാങ്ങിക്കുന്നത് കേട്ടോ. വേറെ ഒന്നല്ല, ചെമ്മീനാണ്. അപ്പൊ ചെമ്മീൻ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി റോസ്റ്റ് ചെയ്യണത് എങ്ങനെയാന്നൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്ന നമ്മുടെ മെയിൻ ഐറ്റം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോളും ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. ഞാൻ അതുവരെ ഇവിടെ വാങ്ങിച്ചിട്ടോ വെച്ചിട്ടോ ഇല്ല. സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്, പക്ഷെ മോള് പുറത്തൊന്നും കഴിച്ചിട്ടില്ല. ചെമ്മീൻ എന്ന് പറയുന്ന സാധനം കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇതാണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അപ്പൊ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അതാണ് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ചെയ്തെടുക്കാം. ചെമ്മീൻ 1 കിലോ ആണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഇവിടെ അടുത്ത് പറഞ്ഞ ജംഗ്ഷനിലാണ് ഷോപ്പ്. അപ്പൊ നമ്മൾ ഫോൺ ചെയ്ത് പറഞ്ഞ് അവർ കൊണ്ടുവന്ന് തരും, നേരാക്കി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് തരും കേട്ടോ. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. രാവിലെ കൊണ്ടുവന്ന് അപ്പൊ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ വൈകുന്നേരം കേട്ടോ കുക്ക് ചെയ്യുന്നത്. സമയം ഒരു 3 മണിയാണ്. ഇപ്പോഴാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോണത്. രാത്രിക്കുള്ള സ്പെഷ്യൽ ആണ് കേട്ടോ ഇത്. ഒന്ന് ഏട്ടൻ വരികയാണ്. അപ്പൊ അതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ട് ഇത് വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഒന്ന് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ചെമ്മീനൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ മസാലപ്പൊടികൾ എന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ്, പിന്നെ വിനാഗിരി കേട്ടോ. വിനാഗിരി 1 സ്പൂൺ ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നാരങ്ങ നീര് ഏതെങ്കിലും ഒന്ന്. അപ്പൊ നമ്മുടെ പ്രോൺസ്, നമ്മുടെ ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ ഉപ്പ്, പിന്നെ 1 സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാം കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മസാല നന്നായി പിടിക്കണ പോലെ എല്ലാവരും ഒന്ന് നന്നായിട്ട് പുരട്ടിയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. 1/2 മണിക്കൂർ ഇതിന് മാറ്റി വെക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ ഇതെല്ലാം അവിടെ നന്നായിട്ട് ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 1/2 മണിക്കൂറിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു ഇരുമ്പ് ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചു. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെമ്മീൻ ഓരോന്നായിട്ട് ഇതുപോലെ വറുത്തെടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിനെ റോസ്റ്റ് ആക്കാം. അപ്പൊ നമ്മൾ ചെമ്മീന് എല്ലാം അതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയുള്ളി വേണം, അതുപോലെ തന്നെ ഒരു തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം വേണം കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് റെഡി ആക്കി എടുത്തിട്ട് വരാം. അപ്പൊ നമുക്ക് അതിന് ആവശ്യമായ വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും കൂടി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറേ എന്താ പറയാ, പിന്നെ കുറച്ചധികം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഇത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ വറുത്തെടുത്ത ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഇത് ഇട്ടാൽ മതി കേട്ടോ. അപ്പൊ അതിൽ തന്നെയാണ് ഞാനിപ്പോ അത് ചെയ്യാൻ പോണത്. അപ്പൊ എണ്ണ ചൂടായി. അപ്പൊ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് വഴറ്റി വന്ന ശേഷം നമുക്ക് ചെറിയുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നന്നായി വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളി അരിഞ്ഞത് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പൊടിയുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് വഴറ്റി കിട്ടും. അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം. അപ്പൊ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പൊ ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നന്നായി വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കാശ്മീരി ചില്ലി ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിത് ഒരു അളവിന് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിന്റെ മണം, മുളക് പൊടിയുടെ മണമൊക്കെ പോണവരെ 1 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വിടാം കേട്ടോ. അപ്പൊ മുളക് പൊടിയുടെ പച്ചമണൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പൊ ഒരു തക്കാളി ഞാൻ അതവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഇതാ തക്കാളിയൊക്കെ ഇട്ട ശേഷം ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ
വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ അത് നന്നായി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ തക്കാളി ഒന്ന് നന്നായി വെന്ത് വരട്ടെ കേട്ടോ. അതുവരെ നമുക്ക് കുറച്ച് നേരം കൂടി വെക്കാം. അപ്പൊ തക്കാളിയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മുടെ ചെമ്മീൻ ഇവിടെ ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് ടൈം തന്നെ ഞാൻ വെക്കുന്നത് കൊണ്ട് തന്നെ ഇത് റെഡിയാവോ എന്നുള്ളതിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കാണുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. കാണാൻ തന്നെ നന്നായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ ഫ്രൈ അല്ല കേട്ടോ, ചെമ്മീൻ റോസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വെക്കുന്നത്, എന്നാലും കൂടി നന്നായിട്ടുണ്ട്. ഇതിന്റെ റെസിപ്പി എല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളി ടേസ്റ്റ് ആണ്, ഒരു രക്ഷയില്ല, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റും ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.